യുഎസിലെ സർവകലാശാലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിൽ ഇടപെട്ടിരിക്കുകയാണ് യുഎസ് പ്രതിനിധി സഭാംഗങ്ങൾ. വിഷയത്തിൽ ആശങ്ക അറിയിച്ച് 14 സഭാംഗങ്ങൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് കത്തയച്ചിരിക്കുകയാണ്. ഡെമോക്രാറ്റുകളായ പ്രമീള ജയപാൽ, ശ്രീ തനേതർ രാജകൃഷ്ണമൂർത്തി എന്നിവരുൾപ്പെടെയുള്ളവർ ചേർന്നാണ് കത്തയച്ചത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുഎസ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രതിവർഷം ഏകദേശം $9 ബില്യൺ സംഭാവന ചെയ്യുന്നുവെന്നും ഗവേഷണത്തിലും നവീന ആശയങ്ങളിലും അവർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും കത്തിൽ പറയുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് അംഗങ്ങൾ കത്തിൽ ചൂണ്ടിക്കാട്ടി. ഗവേഷണ സർവകലാശാലകളെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് അംഗങ്ങൾ എന്ന നിലയിൽ അമേരിക്കയിൽ വിദ്യാഭ്യാസം തുടരാൻ വിസ ലഭിക്കാത്ത ഇന്ത്യൻ വിദ്യാർത്ഥികളെക്കുറിച്ച് തങ്ങളുടെ സർവകലാശാലകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ ആശങ്കാകുലരാണെന്ന് കോൺഗ്രസ് അംഗം റോസ് പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികൾ രാജ്യത്തെ വിദേശ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണെന്നും അവർ രാജ്യത്തിന്റെ ശാസ്ത്ര ഗവേഷണ രംഗത്ത് വലിയ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും കത്തിൽ പറയുന്നു. അമേരിക്കയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അവർ പ്രതിവർഷം $9 ബില്യൺ യുഎസ് സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യുന്നത്. ഈ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം തുടരാൻ സാധിക്കാതെ വരുന്നത് ഖേദകരമാണെന്നും കത്തിൽ പറയുന്നു. ഗവേഷണ സർവകലാശാലകൾ ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ വഹിക്കുന്ന പ്രധാന പങ്കും ആഗോള വേദിയിൽ യുഎസ് ഇന്ത്യ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസപരമായ കൈമാറ്റങ്ങൾക്കുള്ള പ്രാധാന്യവും കത്തിൽ എടുത്തു പറയുന്നുണ്ട്. എല്ലാ പഠന മേഖലകളിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ പങ്കുചേരുന്നു. കൂടാതെ ആഗോള വേദിയിൽ ഇന്ത്യ യുഎസ് സഹകരണം പ്രോത്സാഹിപ്പിക്കാൻ തങ്ങൾ ശ്രമിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസപരമായ കൈമാറ്റം അത്യന്താപേക്ഷിതമാണെന്നും കത്തിൽ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് അംഗങ്ങളായ പ്രമീള ജയപാൽ, രാജകൃഷ്ണമൂർത്തി, ജിം കോസ്റ്റ, സോ ലോഫ്ഗ്രെൻ, സ്റ്റീഫൻ ലിഞ്ച്, ടോം സ്യൂസി, ശ്രീ തനേതർ, ധിന ടൈറ്റസ്, ഹങ് ജോൺസൺ, മാർക്ക് വിസി, പോണി വട്സൺ, കോൾമാൻ, ഡോൾ ബാക്കോൺ, എറിക് സ്വാൽവെൽ, ബ്രാൻഡ് ഷെർമാൻ, റോസ് എന്നിവരാണ് കത്തിൽ ഒപ്പുവെച്ചത്. കഴിഞ്ഞ മാസം ട്രംപ് ഭരണകൂടം ലോകമെമ്പാടുമുള്ള എല്ലാ കോൺസുലേറ്റുകളോടും പുതിയ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങളും എക്സ്ചേഞ്ച് വിസിറ്റർ വിസ നിയമനങ്ങളും നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. യുഎസിലെ സർവകലാശാലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദേശ വിദ്യാർത്ഥികൾക്കും സോഷ്യൽ മീഡിയ പരിശോധന നടത്താനുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ നീക്കം. 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം യുഎസ് ഈ മാസം വിദ്യാർത്ഥി വിസ അപേക്ഷകൾ വീണ്ടും സ്വീകരിക്കാൻ തുടങ്ങി. എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോഴും വിസ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. യുഎസിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രതിവർഷം എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വൻതോതിൽ ഉയരുന്നുണ്ട്. 2024 ഏകദേശം 4.22 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കൻ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമായി പഠനം നടത്തി. ഇത് മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ 27% വരും. മുൻ വർഷത്തേക്കാൾ 11.8% വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ 2025 പുതിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവിൽ 28% വരെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. വിസ പ്രശ്നങ്ങൾ, ഉയർന്ന ട്യൂഷൻ ഫീസ്, ജീവിത ചെലവുകൾ, ജോലി സാധ്യതകളിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. എങ്കിലും ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം മേഖലകളിലെ മികച്ച പഠന സൗകര്യങ്ങൾ അമേരിക്കയെ ആകർഷകമാക്കുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.